ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ബിഗിനർ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ക്ലച്ച് യൂസ് ചെയ്യാറുണ്ട്. ക്ലച്ച് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ കാറ് ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ ബിഗിനേഴ്സിന് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, ഇറക്കങ്ങളിലും വളവുകളിലും പ്രോപ്പറായിട്ട് ക്ലച്ച് യൂസ് ചെയ്യാൻ പല ആൾക്കാർക്കും അറിയത്തില്ല. ചില ഇറക്കങ്ങളിൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. ചില ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വളവുകളിലും ഇറക്കങ്ങളിലും ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു ഇറക്കങ്ങളിലും വളവുകളിലും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ വരുന്നത്, അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. ഉദാഹരണം പറയാം, നിങ്ങളൊരു വാഹനവുമായിട്ട് ചെറിയൊരു ഇറക്കത്തൂടെ തേർഡ് ഗിയറിൽ പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ച് കൂടുന്നു. കാരണം ചെറിയ ഇറക്കമാണ്, നമ്മൾ പോകുന്നത് തേർഡ് ഗിയറിലാണ്. അപ്പോൾ ഇറക്കമായതുകൊണ്ട് തന്നെ വണ്ടിയുടെ വേഗത കൂടും. ഇങ്ങനെ കൂടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ചിലർ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ബ്രേക്കിനോടൊപ്പം പതിയെ ക്ലച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക. അതായത് ബ്രേക്കിൽ വരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ താങ്ങിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഇറക്കത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെയാണ് താങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് വണ്ടിക്ക് ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം മാറി വണ്ടി ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ കൂടുതൽ പോവുകയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത രീതിയിൽ പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വണ്ടിയുടെ വേഗത കൂടുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെക്കുക. ക്ലച്ചിൻ്റെ മേളിൽ ആ ഒരു ടൈമിൽ കാലെടുത്ത് വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷെങ്കിൽ ഒരു കാരണവശാലും ക്ലച്ച് താങ്ങാനായിട്ട് പാടില്ല. ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുക. സ്ലോ ചെയ്യുന്ന ടൈമിലും നമ്മൾ ബ്രേക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടും വണ്ടി സ്ലോ ആകുന്നില്ല, വണ്ടിയുടെ റണ്ണിങ് കൂടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഫുൾ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം തന്നെ ബ്രേക്കും കൂടെ ആകുമ്പോൾ നമുക്കൊരു വണ്ടിയെ ഏറ്റവും കംഫർട്ടായിട്ട്, അതായത് വണ്ടിയുടെ വേഗത കുറച്ച് നമുക്ക് വണ്ടിയെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഒരു വണ്ടി ആവറേജ് ഒരു വേഗതയിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. ഇനി നമുക്ക് ചില സിറ്റുവേഷനിൽ വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുക. അപ്പം തേർഡ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡിലേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ വേഗത കുറയും. ഒപ്പം നമ്മൾ ബ്രേക്കും കൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ കൂടെ നമുക്ക് കംഫർട്ടായിട്ട് വണ്ടിയെ സ്ലോ ചെയ്ത് ഒന്ന് സൈഡ് ഒതുക്കി നിർത്താനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ബിഗിനേഴ്സിനുള്ളൊരു സംശയമാണ് വളവിലുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം. വളവിൽ നമുക്ക് ചില വളവുകളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, ചില വളവുകളിൽ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള വളവും കൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അതായത് നമ്മളൊരു വണ്ടിയുമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ചെറിയ വളവുകളാണ് നമ്മൾ ഇറങ്ങി വരുന്നത്, ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് ചവിട്ടി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ടിട്ട് ചെറിയ വളവ് തിരിയാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഇറക്കം കൂടിയ ചെറിയ വളവുകളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ വളവിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു, വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നമ്മളിത് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് ആ വളവ് തിരിയാനായിട്ട് ശ്രമിക്കുക. ആ വളവ് തിരിയുന്ന സമയത്ത് ഓൾറെഡി സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞായിരിക്കും വരുന്നത്. ഫോർത്തിൽ നിന്ന് തേർഡിൽ വരുന്നു, സെക്കൻഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ വേഗത പതിയെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല വളവിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഗിയർ ഡൗൺ ചെയ്ത് ഒരു ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ വണ്ടിയുടെ വേഗത കുറയുകയാണ്. അങ്ങനെ തീർത്തും കുറയുന്ന സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ക്ലച്ച് താങ്ങുക. അല്ലാതെ നമ്മൾ വണ്ടി ആവറേജ് ചെറിയൊരു റണ്ണിങ്ങിൽ തേർഡ് ഗിയറിൽ പോകുന്നു, കുഞ്ഞു വളവുകളാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. ക്ലച്ച് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ നിന്ന് മാറിയിട്ട് വണ്ടി ഫ്രീ ആകുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ തേർഡ് ഗിയർ എന്ന് പറയുന്നതും നമ്മൾ വണ്ടി ഗിയറിട്ട് പോകുന്ന സമയത്ത് ആ ഗിയറിന് ഒരു പിടുത്തമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഗിയറിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് വാഹനത്തിനുണ്ട്. അപ്പോൾ അത് പിടിച്ചാണ് പോകുന്നത്. നമ്മൾ പിന്നീട് കാല് കൊടുക്കുമ്പോഴാണ് വീണ്ടും വണ്ടി മൂവ് ആകുന്നത്. നമ്മൾ ആക്സിലറേഷനിൽ നിന്ന് കാലയക്കുമ്പോൾ ആ ഗിയറിൻ്റെ ചെറിയൊരു പിടുത്തത്തിലായിരിക്കും വാഹനം പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വണ്ടിയുടെ വേഗത കുറയും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെറിയ ഇറക്കത്തോടു കൂടിയ കുഞ്ഞു വളവുകളിലൊക്കെ പോകുമ്പോൾ ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കുമ്പോൾ ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടി ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ വണ്ടിയുടെ വേഗത കുറയും. നമുക്ക് പെട്ടെന്ന് വണ്ടിയെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഗിയർ ഡൗൺ ചെയ്ത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് കൊടുക്കുക. വളവ് കൂടുതലാണെങ്കിൽ ഡൗൺ ചെയ്ത് കൊടുക്കുക. വണ്ടി തീർത്തും സ്ലോ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? വണ്ടിയുടെ വേഗത കുറയുമ്പോൾ ക്ലച്ചും കൂടെ ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ഏറ്റവും ടോർക്ക് കൂടിയ സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ വന്നിട്ട് വണ്ടിയുടെ വേഗത കുറച്ച് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കുക. ആവശ്യമുള്ള സാഹചര്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത്? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാലാമത്തെ ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ പോവുകയാണ്. പെട്ടെന്ന് നമുക്ക് അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ് പിന്നെ നമുക്കുള്ള ക്ലച്ചിൻ്റെ ഒരു യൂസ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മെല്ലെ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ഒന്ന് ബ്രേക്ക് പെഡലിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇട്ടുകൊടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടിയോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ആൾക്കാരോ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുന്ന ടൈമിൽ നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടത്. അല്ലാതെ വണ്ടി പോകുന്ന അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം ആവശ്യമില്ല. നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു പോകാം, ഇറക്കമാണെങ്കിൽ ബ്രേക്ക് കാല് വെച്ച് പോകാം. എന്നാൽ വണ്ടി സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, സൈഡിൽ ആളോ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു വണ്ടി വരുന്നു, നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്കിൽ വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുക. ആ ഒരു ടൈമിൽ വണ്ടിയുടെ വേഗത കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് കൂടെ വന്നിട്ട് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് വീണ്ടും ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ ഒന്ന് താങ്ങി ആ ഒരു തരത്തിൽ മാത്രമേ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ ചുമ്മാതെ ക്ലച്ച് ചവിട്ടുന്നത് ഒരിക്കലും ഒരു നല്ലൊരു ശീലമല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പങ്കുവെച്ചത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.